യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 6-ാം സങ്കീർത്തനത്തിന് 8-ാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. അവിടെ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം യഹോവ കേട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതോ തകർന്ന നിമിഷങ്ങളിൽ ദൈവത്തോട് പറയുന്നു, ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ ദൈവമേ, ഞാൻ തകർന്നിരിക്കുന്നു എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ ദൈവമേ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എൻ്റെ ദൈവമേ. ഇങ്ങനെയുള്ള വിലാപങ്ങളുടെ പദപ്രയോഗങ്ങൾ 6-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, താൻ ഏതിലൂടെയൊക്കെ കടന്നുപോയോ അവിടെയൊക്കെ ദൈവം തന്നെ വിടുവിച്ചു. താൻ ഒത്തിരി കരഞ്ഞുവെന്ന് കാണുന്നുണ്ട്. അവിടെ പറയുന്നു, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഈ ലോകം പലപ്പോഴും നമുക്ക് കരച്ചിലാണ് തരാറുള്ളത്. പല നിലകളിൽ കരയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മാറാ രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, പഴികൾ, ദുഷികൾ, പലവിധമായ അനുഭവങ്ങൾ ഈ ലോകം കണ്ണുനീർ നൽകിത്തരുന്നു. എന്നാൽ ഈ കണ്ണുനീരുകൾക്ക് പരിഹാരം ലോകത്തിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഈ ലോകമോ തരികില്ല ഒരു സുഖവും മനഃശാന്തിയും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നൊന്ത് പ്രസവിച്ച മാതാവ് സ്നേഹത്തോടെ അടുത്തു വന്ന് അതിനെ തലോടുന്നു. എന്നാൽ ഒരു യുവാവ് കരഞ്ഞാൽ, ഒരു വാർദ്ധക്യമുള്ള ഒരാൾ കരഞ്ഞാൽ, പലപ്പോഴും ആ കരച്ചിൽ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. എന്നാൽ വാർദ്ധക്യകാലത്തും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിന്റെ കണ്ണ് നനയുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം. അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗറും ഹാഗറിനുണ്ടായ ഇസ്മയേലും ഇതാ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും വെള്ളവും തീർന്നു. മരുഭൂമിയുടെ അഗ്നിച്ചൂടുകൾ, ആ വലിയ തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അവർക്ക് വെള്ളമില്ലാതെ അവർ വിലപിക്കുകയാണ്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ കുഞ്ഞിനെ അവൾ ഒരു വൃക്ഷച്ചുവട്ടിലിട്ടിട്ട് കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് കരയുകയാണ്. അപ്പുറത്ത് കുട്ടിയുടെ കരച്ചിൽ അവൾ കേൾക്കുന്നുണ്ട്. മാതാവിൻ്റെയും കുട്ടിയുടെയും ഒരുമിച്ചുള്ള കരച്ചിൽ. ആ കരച്ചിൽ മരുഭൂമിയിൽ ആര് കേൾക്കാനാണ്? കരച്ചിൽ കേൾക്കുവാൻ ആരുമില്ല. എന്നാൽ സ്വർഗം നോക്കിയപ്പോൾ സ്വർഗത്തിൻ്റെ ചെവിയിൽ, ദൈവത്തിൻ്റെ ചെവിയിൽ ഒരമ്മയുടെയും ഒരു ബാലകന്റെയും അതിഭയങ്കരമായ നിലവിളി കേട്ടു എന്നുള്ളതാണ്. സ്വർഗത്തൊരു ശബ്ദമുണ്ടായി. അതേ ബാലന്റെ കരച്ചിൽ ഇതാ ദൈവം കേട്ടിരിക്കുന്നു. കരച്ചിലെ ശബ്ദം കേട്ട ദൈവം കരഞ്ഞ കണ്ണിന്റെ മുമ്പിൽ, കരഞ്ഞ ഹാഗാറിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം അവിടെ കണ്ണിനെ തുറന്നു. ദൈവം തുറന്ന പറ്റാത്ത ഉറവുകൾ കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവരും കൈവിടുമ്പോൾ, ഒറ്റപ്പെട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കും? എവിടെ ഒരു വഴി തുറക്കും?
ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലൂടെ ആമേൻ ഹൃദയം നുറുങ്ങി നിന്റെ കണ്ണിലൂടെ ഒലിക്കുന്ന കണ്ണുനീരിന് പരിഹാരം തരുവാൻ പലപ്പോഴും മനുഷ്യർക്ക് കഴിയയില്ല. എന്നാൽ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് ഹാഗാറിന്റെയും ഇസ്മായേലിന്റെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ലോകത്തിൽ തിരസ്കരണമുണ്ടാകും, എല്ലാവരും കൈവിടും, ഉറ്റോരും ഉറയവരോരും കൈവിടും. എന്നാൽ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ കരച്ചിൽ മാത്രമോ ദൈവം കേൾക്കുന്നത്? അങ്ങനെയല്ല. വചനം പറയുന്നു, കാക്കക്കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് കരയുമ്പോൾ അവയ്ക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നവനായ ദൈവം, അതേ സൃഷ്ടിതാവായ ദൈവം, കരയുന്ന ശബ്ദം, കരച്ചിൽ എവിടെയുണ്ടോ അവിടേക്ക് കാതോർപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 38 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഏറ്റവും കരയുന്ന ഹിസ്കിയാ രാജാവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ മരിച്ചു പോകുമെന്നുള്ള വാർത്ത അവൻ കേട്ടു. പക്ഷെങ്കിൽ അതിനു നടുവിൽ അവൻ ചുവരിനോട് തിരിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണുനീര് ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, ദൈവം വേഗത്തിൽ കാണുന്നതാണ് കണ്ണുനീർ. ദൈവം വേഗത്തിൽ ശ്രദ്ധിക്കുന്ന ഇടമാണ് കരയുന്ന ഇടം. ഹൃദയം എവിടെ നുറുങ്ങിയിട്ടുണ്ടോ അവിടേക്ക് ദൈവം വേഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ അവന്റെ വിഷയം വെച്ചപ്പോൾ, മരിച്ചു പോകുമെന്ന് പ്രവചിച്ച പ്രവാചകനോട് ദൈവം പറയുകയാണ്, എൻ്റെ ദാസന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, അവന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നീ ചെന്നവനോട് പറ, അവന്റെ ആയുസ്സിനോട് 15 വർഷം കൂടെ ഞാൻ കൂട്ടിയിരിക്കുന്നുവെന്ന്. അതേ പ്രിയമുള്ളവരെ, കരച്ചിൽ കേൾക്കുന്ന ദൈവം 55 സംഗീത 17 വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ സങ്കടങ്ങൾ എന്താണ്? നിന്റെ വേദനകൾ എന്താണ്? സങ്കടം മനുഷ്യ മുമ്പാകെ ബോധിപ്പിച്ചാൽ പ്രയോജനമില്ല. പക്ഷേ ധൈര്യത്തോടുകൂടെ നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്റെ ദൈവത്തിന്റെ സന്നിധി നിന്റെ സങ്കടം ബോധിപ്പിക്കുമെങ്കിൽ പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. അതേ, കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം ഈ ദിവസങ്ങളിലായി നിന്റെ ശബ്ദം ദൈവം കേൾക്കട്ടെ. കരച്ചിൽ ശബ്ദം ദൈവം കേൾക്കട്ടെ. സങ്കടങ്ങൾ അവന് മുമ്പാകെ പകരൂ. അത്ഭുതമുണ്ട്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ കരച്ചിലുകൾ, അവിടെ വേദനകൾ, അവർക്ക് പരിഹാരം കൊടുത്തവരെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്ത് സൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.